ാണിവിടെ. ആദ്യകാലങ്ങളിൽ തന്നെ അയ്യപ്പൻ അയ്യപ്പ അയ്യപ്പ എന്ന വിശ്വാസത്തിലൂടെ അയ്യപ്പ അയ്യപ്പ എന്ന വിളികളോടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഈ മകരവിളക്ക് ദർശിക്കുവാനായി സന്നിധാനത്തെത്തിയിട്ടുള്ളത്. നമുക്ക് ഈ മകരവിളക്ക് പ്രകാശം നമ്മളുടെ ഹൃദയത്തിൽ എല്ലാ കാലവും നിലകൊള്ളട്ടെ. ഓരോ ദീപവും നമ്മുടെ ആത്മാവിനെ പുതിയ പ്രകാശത്തിലേക്ക് നയിക്കട്ടെ. ഭക്തിയുടെ താളത്തിൽ ദൈവാനുഗ്രഹത്തിന്റെ ഒരു കിരണമായി ഈ മകരവിളക്ക് നമ്മുടെയൊക്കെ മനസ്സിലെ വിളക്കായി തെളിഞ്ഞു നിൽക്കട്ടെ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു നാമമാണ്. നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാഴ്ചയാണ്. നീലപർവ്വതങ്ങളുടെ മധുരത്തടവുകളിൽ മേഘങ്ങളും കാറ്റും പുഴകളും ഒരുമിച്ച് ഈ ദിവ്യപ്രകാശം കാണുന്നതിനായി ഒരുക്കിയിരിക്കുകയാണ്. മകരവിളക്കിന്റെ നിമിഷമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മകരസംക്രാന്തിയുടെ ആദ്യഘട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ എല്ലാ ദിവ്യശക്തികളും നമുക്കൊപ്പം ഈ കാഴ്ച കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ദിവസം ഓരോ ഹൃദയവും വെളിച്ചത്തിന്റെ പാതയിലൂടെ നടക്കുകയാണ്. ഓരോ ദീപവും ഓരോ ഭക്തനും ഒരു മഹാസമുദ്രം പോലെ പകർന്നു നൽകുന്ന ആത്മീയതയുടെ കിരണം ദർശിക്കുവാനാണ് നമ്മൾ ഓരോ ഭക്തജനങ്ങളും ഈ അനിർവചനീയമായ അനുഭൂതിദായകമായ ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ആ കാഴ്ചകൾ ദർശിക്കാനാവും. ഈ വിളക്കിന്റെ വെളിച്ചത്തിൽ ആത്മാവിശുദ്ധി നേടാൻ വേണ്ടി ഭക്തി ഉയർത്തുകയാണ്. ധർമ്മ വഴികൾ തെളിയുകയാണ്. ഭക്തരുടെ കൈകളിലെ ദീപങ്ങൾ പ്രാർത്ഥനയുടെ തീപ്പന്തങ്ങളായി പടരുകയാണ്. ഓരോ ചുവടും ഓരോ ഹൃദയത്തിലും ഓരോ ദീപവും ഒരുമിച്ചൊരുമിച്ച് ദിവ്യപ്രകാശമായി തെളിയുകയാണ്. നമുക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ ഭൂമിയും സ്വർഗവും നമ്മളോടൊപ്പം ഈ അത്ഭുത കാഴ്ചകൾ കാണാനായി കാത്തിരിക്കുകയാണോ എന്ന്. ഇത് വെറുമൊരു പ്രകാശമല്ല, ഇതൊരു ധർമ്മദീപമാണ്. ആത്മാവിന്റെ കിരണമാണ്. സത്യത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമാണ്. ഓരോ ഭക്തനും ഓരോ പ്രാർത്ഥനയും ഓരോ ദീപവും എല്ലാം ഭക്തിയുടെ സമുദ്രത്തിലെ തിരമാലകളെ പോലെ അവിടെ അലയടിക്കുകയാണ്.